നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വ്യാഴം വന്നതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള സമയമാണ്. ഇത്രയും നാളും 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഭവന സംബന്ധമായിട്ടും കുറച്ച് ടെൻഷനുകളും പ്രശ്നങ്ങളുണ്ട്, ദൈവാധീനക്കുറവുണ്ടെങ്കിൽ. ഇപ്പം വ്യാഴത്തിൻ്റേതായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സർവാഭിഷ്ട സ്ഥാനത്ത് ധനാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നു. ധനകാരകനായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. കർമാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് വീട് പണി പോലെയുള്ള കാര്യങ്ങൾ, വീട് മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. വാഹനങ്ങൾ വാങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ തൊഴിലിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ പോലും രാഹുഗതികളുടെ ഒരു ബന്ധനാവസ്ഥ 2ാം ഭാവത്തിൽ നിൽക്കുന്ന കർമാധിപതിക്കുള്ളത് കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവനവൻ്റെ എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് 2 പ്രാവശ്യം ആലോചിച്ചും മറ്റുള്ളവരോട് സംസാരിച്ചും മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തലവേദന, ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ട് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ശാരീരികമായിട്ട് തലവേദന പോലെയുള്ള മറ്റ് രോഗങ്ങൾ ഒക്കെ യോഗം ഉള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല 7ാം ഭാവാധിപതി അഷ്ടമത്തിലാണ്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാര്യാസ്ഥാനത്ത് നിന്നും ഉള്ള ശത്രുത പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ യോഗമുള്ള സമയമാണ്. അഷ്ടമത്തിൽ പോയിട്ടാണ് ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പരസ്പരം മാനസികമായി അകന്നു നിൽക്കുന്നവരും തമ്മിൽ ബന്ധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ ചെന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെടുത്തിയാട്ടില്ലാതെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലമാകുകയും പഴയ രീതിയിലാകുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ആ സമയം വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് വേണ്ട കാര്യം. 4ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് മറ്റു രീതിയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടാതെ കണ്ട് മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കാണുന്നത്. 4ാം ഭാവാധിപതി ഭാഗ്യാധിപത്യം വഹിച്ച് സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നവരും കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ദൈവാധീനമുള്ള സമയമായത് കാരണം കൊണ്ട് വലിയ വലിയ ദോഷങ്ങളൊക്കെ ചെറിയ ദോഷമായിട്ട് തന്നെ അനുഭവപ്പെടുള്ളൂ. അത് കാരണം കൊണ്ട് പേടിക്കേണ്ട ഒരവസ്ഥ കാണുന്നില്ല. എങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം. 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. എന്തിനിറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒരു ബ്ലോക്കും തടസ്സമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ആയിക്കോളുമെന്ന് ചിന്തിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവുകയാണ് വേണ്ട. കാരണം ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ്. നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. നിപുണായോഗം കൊണ്ട് സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന അനുകൂലമായിരിക്കുന്ന ഗുണപ്രദമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലാവസ്ഥയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് അനുകൂലാവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള ഈ ഗുണങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.